കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൂടെ പറ്റുന്നതാണെങ്കിൽ നമ്മളത് സഹായിച്ചു കൊടുക്കണമെന്നുള്ളൊരു വാശിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അവൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ലബൂബു വേണമെന്ന്. പക്ഷേ ഇതൊരു ഡബിൾ സ്റ്റോയിയാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ അവളുടെ എല്ലാ ഫ്രണ്ട്സും വാങ്ങി എപ്പോഴും വന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഞാനും സർപ്രൈസ് ആയിട്ടോ ഒക്കെ ഒന്ന് ബുക്ക് ചെയ്തു. ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവൾ എപ്പോഴും പറയുന്നത് കൊണ്ട് ഞാൻ അതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് അതിപ്പോൾ ഓൺലൈനിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 400 രൂപയാണ് ഞാനത് വാങ്ങിച്ചപ്പോൾ. കുറച്ച് എക്സ്പെൻസീവ് ആണ് ടോയ്സൊക്കെ. 400 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവാണ് എനിക്കറിയാം. പക്ഷേ അവളുടെ ആഗ്രഹം അതായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് സ്കൂളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എടുത്ത് കൊടുത്താണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആൾ ഭയങ്കര സർപ്രൈസായി. ഇപ്പോൾ ഇതിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. ഉറങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂൾ ബാഗിൽ തൂക്കിയിട്ട് പോകാൻ പോയിട്ട് ഞാൻ പറഞ്ഞത് വേണ്ട, കാരണം അവനെങ്കിലും മിസ്സായി പോയ ഇത്ര എക്സ്പെൻസീവാണ്, വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്നൊക്കെ കിട്ടിയപ്പോൾ ഉള്ള അവളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, എനിക്കത് മാത്രം മതി. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സർപ്രൈസായിട്ട് കൊടുത്തതും ഒക്കെ. അപ്പോൾ എൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ, അവളെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളത്. എൻ്റെ മാത്രമല്ല എല്ലാ പാരൻസും അങ്ങനെ നമ്മുടെ മക്കളെ ഒന്ന് ഹാപ്പിയാക്കി വെക്കുക. അപ്പോൾ കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല, അവളുടെ ഹാപ്പി കാണാമല്ലോ എന്നുള്ള രീതിയിലേക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചു കൊടുത്തത്. എന്തായാലും എന്തെങ്കിലും ലബൂബുവൊക്കെ കിട്ടിയിട്ട്